പത്തനംതിട്ട കോന്നിയിലെ പാറമട അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. മറ്റേയാൾക്കായുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, ഇപ്പോൾ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇത്തരത്തിൽ പാറ ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു അല്ലേ? അതെ അമൃത, വളരെയേറെ ദുഷ്കരമായ ഒരു രക്ഷാദൌത്യത്തിനാണ് അല്പം മുമ്പ് കോന്നിയിലെ പയ്യാനമൺ സാക്ഷിയായത്. കാരണം മഹാദേവ് പ്രതാപ് എന്ന ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഹിറ്റാച്ചിയുടെ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പം മുമ്പ് കണ്ടെത്തിയിരുന്നു. തിരച്ചിൽ അവസാനിപ്പിച്ച് തൊട്ടടുത്ത നിമിഷം വലിയൊരു പാറയുടെ ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഫയർഫോഴ്സ് സംഘവും ജില്ലാ കളക്ടറും ആ പ്രദേശത്തു നിന്നും രക്ഷാദൌത്യത്തിന്റെ സ്ഥിതിഗതിയിൽ വിലയിരുത്തിയ ശേഷം ഒന്ന് മാറിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ അല്പം മുമ്പ് പങ്കുവച്ചിരുന്നു. ഏതായാലും ഈ രക്ഷാദൌത്യം പുരോഗമിക്കുന്നെങ്കിൽ പോലും ഈ ഹിറ്റാച്ചിയുടെ ക്യാബിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് ആയിട്ടില്ല. കാരണം ഈ പാറമടയിലെ ഉയരമേറിയ ആ വഴികൾ മുഴുവൻ വലിയ കല്ലുകൾ അടിഞ്ഞിരിക്കുന്നതിനാൽ ഈ കല്ലുകൾ പൊട്ടിച്ചു നീക്കിയ ശേഷം മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് ആ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള വഴികളാണ് തേടുന്നത്. ഈ മലയിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇന്നത്തേക്ക് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ 7 മണിക്ക് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. അജയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരിക്കും ഇനി നടക്കുന്നത്. അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നാളെ 7 മണിക്ക് പുനരാരംഭിക്കുന്നത്. 27 അംഗ NDRF സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. NDRF-ഉം ഫയർഫോഴ്സും ചേർന്നിട്ടുള്ള ഒരു രക്ഷാദൌത്യമായിരിക്കും നാളെ നടക്കുക. നാളെ മലയ്ക്ക് മുകളിൽ നിന്ന് റോപ്പ് വഴി ഈ ക്യാബിനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരിക്കും നടത്തുകയെന്ന് ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും നാളെ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് പൊടിപടലങ്ങളും അതോടൊപ്പം വെളിച്ചം നഷ്ടപ്പെട്ടതിനാലും ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അത്ര ഫലം കണ്ടില്ല എന്ന് പറയാം. നാളെ കുറച്ചുകൂടി വെളിച്ചമുള്ള സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നതോടെ കൂടുതൽ എളുപ്പത്തിൽ ഈ ആളിനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമൃത. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.